നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എംഡെമിൻ്റെ മാസ്റ്റർ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണ്. നമ്മുടെ എംഡെമിൽ ഏതൊരു മെഷീൻ വാങ്ങിക്കുവാണെങ്കിലും അൺബോക്സിങ് ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് വെക്കുക. കാരണം നമ്മൾ മെഷീൻ തന്നതിൽ ഡാമേജ് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാൻ പറയുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ സിസറോ നൈഫോ വെച്ച് അൺബോക്സിങ് ചെയ്യുക. അൺബോക്സിങ് ചെയ്തതിനു ശേഷം ചെക്ക് ലിസ്റ്റ് എടുത്ത് ചെക്ക് ലിസ്റ്റിൽ ഉള്ളതെല്ലാം ഇതിൽ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതിൽ എന്തെങ്കിലുമൊക്കെ മിസ്സായി എന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മോട്ടർ ചുറ്റി നോക്കുക. അതിനുശേഷം മോട്ടറിലുള്ള പുള്ളിൻ്റെ ലോക്കും കറക്റ്റാണ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മെഷീൻ്റെ മേലെ ബോൾട്ട് ഉണ്ടാവും, അത് റിമൂവ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് ഉള്ളിലുള്ള റോളറും ബ്ലേഡും കറക്റ്റായിട്ട് ചുറ്റുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനടുത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് സ്പ്രിങ് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം കവറിനെ ക്ലോസ് ചെയ്ത് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യുക. മെഷീൻ്റെ വീല്, നെയിം പ്ലേറ്റ്, QC പാസ്ഡ് ആണെന്ന് ചെക്ക് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതെല്ലാം ഒന്ന് വായിച്ചു നോക്കും. മാസ്റ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ MCB കണക്ട് ചെയ്യണം. MCB നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ല, MCB നിങ്ങൾ പുറത്തു നിന്ന് തന്നെ വാങ്ങിക്കണം. ഇനി നമുക്ക് MCB എങ്ങനെയാണ് കണക്ട് ചെയ്യുമെന്ന് നോക്കാം. മോട്ടറിൽ 3 വയർ വരും, അതായത് ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഫേസും ന്യൂട്രലും MCBൻ്റെ ഔട്ട്പുട്ടിലേക്ക് കണക്ട് ചെയ്യുക. നിങ്ങൾ കാണുന്ന ഈ ഗ്രീൻ വയർ എർത്തിന് വേണ്ടിയുള്ള വയറാണ്. അതിനുശേഷം പവർ സോഴ്സിൽ നിന്ന് വരുന്ന വയർ MCBൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് 2 സൈഡിലുള്ള ഗ്രീൻ വയർ എടുത്തിട്ട് പ്രോപ്പറായി കണക്ട് ചെയ്ത ശേഷം ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് പ്രോപ്പറായിട്ട് റാപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്യുക. വീഡിയോയിൽ കാണിക്കുന്ന പോലെ കണക്ട് ചെയ്ത ശേഷം ഓൺ ഓഫ് ചെയ്ത് മെഷീൻ ഓടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് MCBൻ്റെ കവർ എടുത്ത് ക്ലോസ് ചെയ്ത് സ്ക്രൂ എടുത്ത് ടൈറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ MCBൻ്റെ വയർ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇൻസുലേഷൻ ടേപ്പ് എടുത്ത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഗ്രീൻ വയർ എടുത്ത് മോട്ടറിൻ്റെ ബോഡിയിൽ കണക്ട് ചെയ്യുക, അത് എർത്തിന് വേണ്ടി. അതിനുശേഷം MCBയിൽ ഓൺ ഓഫ് ഇൻഡിക്കേഷൻ ഉണ്ട്, അത് ഓൺ ചെയ്ത് മാസ്റ്റർ ചാഫ് കട്ടർ കറക്റ്റായിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അടുത്തതായിട്ട് മാസ്റ്റർ പ്രോ ചാഫ് കട്ടറിൻ്റെ മെയിൻ്റെനൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ബോൾട്ട് റിമൂവ് ചെയ്ത ശേഷം അതിൻ്റെ കവർ മാറ്റി വയ്ക്കുക. അതിൽ കാണുന്ന റോളർ ഗിയറിൽ ഗ്രീസ് അപ്ലൈ ചെയ്യുക. ആ കവർ എടുത്ത് വെച്ച ശേഷം നമ്മൾ എങ്ങനെയാണോ ലൂസ് ചെയ്ത് അതേപോലെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം ബ്ലേഡിൻ്റെ കവർ റിമൂവ് ചെയ്തിട്ട് ബ്ലേഡിൻ്റെ ഗിയറിന് ഗ്രീസ് അപ്ലൈ ചെയ്യുക. എന്നിട്ട്
തിരിച്ച് ബ്ലേഡിൻ്റെ കവർ ഫിക്സ് ചെയ്തതിന് ശേഷം ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മാസ്റ്റർ പ്രോ ചാപ്പ് കട്ടറിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ എന്തൊക്കെ ചെയ്യാൻ പാടും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് നോക്കാം. നമ്മളിതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ കാലിത്തീറ്റ പച്ചയായാലും ഉണങ്ങിയതായാലും ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ വൈക്കോല് ഇതിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പശു ആട് കഴിക്കുന്ന തീറ്റ ഏതാണെങ്കിലും നമുക്ക് ഇതിലിട്ട് കട്ട് ചെയ്യാനെടുക്കാം. ഇനി ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കുകയാണെങ്കിൽ PVC പൈപ്പ്, ഇരുമ്പ് റോഡ്, ഇങ്ങനെയുള്ള ടൂൾസ്, ഇതേപോലെയുള്ള കല്ലുകൾ, ഇതേപോലെയുള്ള കമ്പി, പിന്നെ റോപ്പ്, തെങ്ങിൻ്റെ മടല്, അത്യാവശ്യം ഇതേപോലെയുള്ള വണ്ണമുള്ള തടി. ഇതേപോലെയുള്ള ഏതൊരു സാധനം നമ്മൾ ഈ മാസ്റ്റർ ചാപ്പ് കട്ടറിൽ ഇട്ട് കട്ട് ചെയ്യാൻ പാടില്ല.